ആദ്യ പകുതിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം ഗോളും നേടി. ഫ്രാഞ്ചുവും നിഹാൽ സുധീഷും ചേർന്ന് നടത്തിയൊരു നീക്കം. ലൈനിൽ നിന്ന് ഫ്രാഞ്ചു നൽകിയ ക്രോസ് ഡൈവിംഗ് ഹെഡറിലൂടെ വിപിൻ മോഹൻ ലക്ഷ്യത്തിലെത്തിച്ചു. മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ ശേഷിക്കെ ക്യാപ്റ്റൻ കൂടിയായ എസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ ജംഷഡ്പൂരിൻ്റെ പതനം പൂർത്തിയായി. മലയാളിത്തമുള്ള 2 ഗോളുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിലെ 2ാം ജയവും ആദ്യ ഹോം ജയവും ആഘോഷിച്ചു. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ആഷ്ലി വെസ്റ്റ്വുഡ്. അദ്ദേഹത്തിന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 4 മത്സരങ്ങളിൽ നിന്ന് 2 ജയം, ഓരോ തോൽവിയും സമനിലയും. അതും ഏറ്റവും മോശം സാഹചര്യത്തിൽ, പരിമിതമായ പ്ലെയേഴ്സിനെ വെച്ച്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ലൂണയും നോഹയും ഒക്കെയുള്ള ടീമിനെ ആഷ്ലിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. ഫ്രെഡിയെയും ഫ്രാഞ്ചുവിനെയും ബനാറഫിനെയും മറക്കുന്നില്ല. എങ്കിലും ഇന്ന് നിർബന്ധമായും പറയേണ്ട താരമാണ് കെവിൻ യോക്ക്. ഭേദപ്പെട്ട ഹൈപ്പുണ്ടായിരുന്നു യോക്കിന് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ. ലയണൽ മെസ്സിയും കിലിയൻ എംബാപ്പയും നെയ്മറും ഡംബലിയുമെല്ലാം കളിച്ച പാരീസ് സെന്റ് ജെർമെയിൻ്റെ യൂത്ത് അക്കാദമിയിലൂടെ കളി പഠിച്ച കെവിൻ യോക്ക്. ഇരുവിങ്ങുകളിലും കളിക്കാൻ കഴിവുള്ള താരം. ഗ്രീസിലെ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗുകളിൽ നിന്നുള്ള അനുഭവ സമ്പത്തുമായി എത്തുന്ന താരം. അങ്ങനെ എന്നാൽ പ്രത്യേകിച്ച് പണമൊന്നും കൊടുക്കാതെ സ്കിൻ കിസ് പൊക്കിയെടുത്തൊരു താരമാണ് യോക്കെന്ന് പിന്നീടുണ്ടായ വെളിപ്പെടുത്തലുകളിൽ അറിഞ്ഞു. എന്നിരുന്നാലും കളത്തിൽ 100% കൊടുക്കുന്ന താരമാണ് യോക്ക്. നിങ്ങളൊന്ന് നോക്കൂ, ആസ് പെർ റിപ്പോർട്ട്സ് ഇത്തവണ ശമ്പളം പോലും ഇല്ലാതെയാണ് യോക്ക് കളിക്കുന്നത്, ലൈക്ക് അപ്രന്റീസ് ട്രെയിനി. എന്നിട്ടും എന്ത് ആത്മാർത്ഥതയോടെയാണ് അയാൾ ഗ്രൗണ്ടിൽ അധ്വാനിക്കുന്നത്. എൻ പ്രൊഡക്റ്റിൽ ലൈക്ക് ഫൈനൽ പാസ്, റൺ ടു ദി ബോക്സ് എന്നിവയിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും യോക്കിൻ്റെ ഡെഡിക്കേഷനും സിൻസിയാരിറ്റിയും സമ്മതിച്ച് കൊടുത്തേ പറ്റൂ. അങ്ങനെ ചങ്ക് പറിച്ചു കൊടുക്കുന്ന കുറച്ച് താരങ്ങളെ കിട്ടിയാൽ മതി, ഈ ടീം നന്നാകും. ഇനി മാനേജ്മെൻറ്റിനോടാണ്. പണം കൊടുക്കാതെ കുറച്ച് താരങ്ങളെ വാങ്ങി അവർക്ക് പ്ലേയിങ് ടൈം നൽകി ഈ സീസൺ മുഴുവിപ്പിക്കാമെന്ന് കരുതിയെടുത്തു നിന്നാണ് വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ഫാൻ ഗ്രൂപ്പുകളിൽ നിന്ന് വന്നത്. ഗന്ധിതരമില്ലാതെയാണ് മിഡ് സീസണിൽ ക്വാളിറ്റി പ്ലെയേഴ്സിനെയും ആഷ്ലി വെസ്റ്റ്വുഡിനെയും കൊണ്ടുവന്നത്. ശേഷിച്ച മത്സരവും ജയിച്ചാലും എല്ലാം മറന്ന് ആരാധക കൂട്ടം ഓടി വരുമെന്നൊന്നും കരുതേണ്ട. അവർ ഉന്നയിച്ച, മുൻ താരങ്ങൾ ഉന്നയിച്ച, മുൻ പരിശീലകർ ഉന്നയിച്ച ആരോപണങ്ങൾ തലയ്ക്ക് മുകളിൽ തന്നെയുണ്ട്. അതെല്ലാം പരിഹരിച്ചാൽ മാത്രമേ നിങ്ങൾക്കിനി അവരെ തിരിച്ചു കിട്ടൂ. തൽക്കാലത്തേക്ക് കണ്ണിൽ പൊടിയിട്ട് ഓട്ടയടയ്ക്കുന്ന രീതി ഇനി വേവില്ല. ബാക്കിയുള്ള ടീമുകൾ കളി കൊണ്ടും കിരീടം കൊണ്ടും പിടിച്ചു നിന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പിടിച്ചു നിന്നത് ആരാധകർ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അത് മറക്കേണ്ട. ഇനിയും അവരെ പരീക്ഷിക്കാൻ നിൽക്കരുത്.